ഇപ്പോൾ എ കെ ബാലൻ സംസാരിക്കും തത്സമയം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി UDFന്റെ ഭാഗത്ത് നിന്ന് ആഞ്ഞടിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇപ്പം ഞാൻ കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് 38ഓളം ശ്രദ്ധിക്കപ്പെടുന്ന അവാർഡുകൾ കേന്ദ്ര ഏജൻസി, വേൾഡ് ബാങ്ക് ഏജൻസി, കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ 1ഉം 2ഉം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് നീതി ആയോഗിൻ്റെ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പഠനത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മാതൃകയാണ് കേരളം, ഫസ്റ്റാണ്. അത് നീതി ആയോഗിൻ്റെ ഫൈൻഡിങ്സ് ആണ്. നീതി ആയോഗിൻ്റെ റേറ്റിംഗിൽ 100 മാർക്കിൽ 79 സ്കോർ SDG ഇൻഡെക്സ് നീതി ആയോഗ് റേറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളമാണ് നമ്പർ 1. അത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിശോധനയല്ല. മുമ്പ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ടിട്ടാണ് നീതി ആയോഗ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സംവിധാനം. എല്ലാ സംസ്ഥാനത്തെ സംബന്ധിച്ചും പരിശോധിച്ച് ഇന്ത്യ രാജ്യത്തിൽ പ്രധാനപ്പെട്ട മേഖലകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം, ആയുർദൈർഘ്യം, ആളോഹരി വരുമാനം, സാക്ഷരത. എ കെ ബാലന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശശി തരൂരിനെ പിന്തുണയ്ക്കുകയാണ് എ കെ ബാലൻ.